ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് ആദ്യമായി കൊണ്ടു നടന്ന കൊലപാതകം എന്തിൻ്റെ പേരിലാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ പരതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മൂത്ത മകൻ ഇളയ മകനെ കൊല്ലുകയാണ്. എന്തിൻ്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നു എന്ന തോന്നൽ, അതുപോലെ പല വിഷയത്തിലും ആ മകനോട് തോന്നിയ അസൂയയായിരുന്നു ഒന്നാമത്തെ കൊലപാതകത്തിന് കാരണം. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ഒരാളോടും അസൂയ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അം യഹ്സുദൂനന്നാസ, നിങ്ങൾ എന്തിനാണ് ജനങ്ങളോട് അസൂയ കാണിക്കുന്നത്? അലാമ ആത്താഹുമുല്ലാഹു ബി ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് അവർക്ക് കൊടുത്ത ഔദാര്യത്തിന് നിഅമത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് അസൂയ കാണിക്കുന്നത്? ഓരോരുത്തർക്കും അവരുടേതായിക്കൊണ്ടുള്ള കഴിവുകളും അതുപോലെ തന്നെ പല രീതിയിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇത് മനസ്സിൽ നമ്മൾ ഈ അസൂയ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു നന്മ നീങ്ങിപ്പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടാനില്ല. മറിച്ച് എന്ത് ദോഷമാണ് നമ്മൾ ചെയ്ത നന്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതില്ലാതാക്കി കളയും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ അസൂയ സൂക്ഷിക്കണം. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്, അസൂയ നന്മകളെ മുഴുവനും തിന്നു നശിപ്പിക്കും. എങ്ങനെ? കമാ തഅകുലുൻ നാറുൽ ഹതബ, വിറകിനെ തീ എങ്ങനെയാണോ തിന്നു നശിപ്പിക്കുന്നത് അതുപോലെ അസൂയ നന്മകളെ തിന്നു നശിപ്പിക്കും. സഹോദരങ്ങൾ, എന്തിനാണ് നമ്മുടെ നന്മകൾ നമ്മൾ വെറുതെ വൃഥാവിലാക്കി പാഴാക്കി കളയുന്നത്? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, തിന്മകളിൽ വെച്ച് ഏറ്റവും നീതിമാൻ അസൂയയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ലൈസ ഫി ഖിസാലി ശർരി അഅദൽ മിനൽ ഹസദി, ഹസദിനേക്കാൾ നീതിമാനായിക്കൊണ്ടുള്ള ഒരു ചീത്ത സ്വഭാവവുമില്ല. അതെന്തുകൊണ്ടാണ്? യഖ്തുലുൽ ഹാസിദ ഖബ്ല അൻ യസില ഇലൽ മഹ്സൂദ്, ഒരു ഹാസിദിനെ, ഒരു അസൂയക്കാരനെ, ആ അസൂയവൻ ആരോടാണോ കാണിച്ചത് അവനിലേക്ക് ആ അസൂയയുടെ ഫലം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവനെ നശിപ്പിക്കും ആ അസൂയ എന്ന്. അതുകൊണ്ട് നമുക്ക് തന്നെ ദോഷമുള്ള ഒരു കാര്യമാണ് ഈ അസൂയ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ല ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഒരു മനുഷ്യനോട് അസൂയ കാണിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ആദരിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ വിചാരിച്ചതുകൊണ്ട് ആ ആദരവില്ലാതാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇനി അള്ളാഹു ഒരുത്തിന് അനുഗ്രഹം ചെയ്തു കൊടുത്തൊരു പരീക്ഷണമായിക്കൊണ്ടാണ് എങ്കിൽ, ആ പരീക്ഷണം കൊണ്ട് അവർ കിട്ടാൻ പോകുന്ന നരകമാണ് എങ്കിൽ, നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് ആരെങ്കിലും അസൂയപ്പെടുമോ? അതുകൊണ്ട് അസൂയ കാണിച്ചുകൊണ്ട് ബുദ്ധിയില്ലാത്തവരായിക്കൊണ്ട് നമ്മൾ മാറരുത്. ഒരാളോടും ഒരാളുടെ നന്മയല്ലാതെ, ഒരാളുടെ ഉയർച്ചയല്ലാതെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അതല്ലാത്ത നമ്മൾ ആഗ്രഹിച്ചാൽ അള്ളാഹു നമ്മളെ അടിയിലേക്ക് താഴ്ത്തിക്കളയും എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളോട് ആരെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അതുപോലെ നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ശരണം തേടാൻ സാധിക്കണം. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. എന്താണ് പറഞ്ഞത്? അസൂയക്കാരനെ അസൂയ വെക്കുമ്പോഴുള്ള ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു. ആരോടും അസൂയയില്ലാത്ത ഒരു ജീവിതം, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.